ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നുള്ളത് കിയയുടെ ഷോറൂമിലാണ്. കൊച്ചിയിലെ നെട്ടൂരിലെ ഷോറൂമിലാണ് എന്നുള്ളത്. ഗൈസ്, അപ്പൊ ഇതൊരു ഷോറൂം വിസിറ്റ് ആണ് നമ്മുടെ കിയയിലെ ഒരുപാട് കാർസ് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നല്ല ഫീച്ചേർഡ് വാഹനങ്ങളാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓണം പ്രമാണിച്ചിട്ടാണ് ഞാൻ കൂടുതൽ കിയയിലെ ഷോറൂമിൽ വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. കിയയിൽ എന്തൊക്കെ ഓഫേഴ്സും കാര്യങ്ങളാണ് ഇന്ന് ചോദിച്ചറിയാം. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവിനോട് ചോദിച്ചറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി രേച്ചൂസ് കാർ കാർസിലേക്ക് സ്വാഗതം. ഫസ്റ്റ് നമുക്ക് സോണറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഇതിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവിനോട് ചോദിച്ചറിയാം. ഫസ്റ്റ് പേര് തന്നെ എന്താണെന്ന്? എന്റെ പേര് അഭിലാഷ് എന്നാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ 2 വർഷമായിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുകയാണ്. കൂടുതൽ നമുക്ക് മൂവിംഗ് ആയിട്ടുള്ള സോണറ്റ് ആണ്. അപ്പൊ സോണറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കൂടുതൽ അറിയാം. ഇതിപ്പോ നമുക്ക് സബ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്ന വെഹിക്കിൾ ആണ്. കൂടാതെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 205 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ സെൽട്ടോസിനേക്കാളും ബെറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് സോണറ്റ് ഉണ്ട്. നമ്മുടെ റോഡ് കണ്ടീഷനും ഇത് വളരെ യൂസ്ഫുൾ ആണ് ഇപ്പൊ വരുന്നത്. പിന്നെ ഈ വേരിയന്റിലാണെങ്കിലും നമുക്ക് ബേസ് മോഡലോട്ട് തന്നെ നമുക്കിപ്പോ സൺറൂഫ് അവൈലബിൾ ആണ്. ഓക്കെ, അത് HTE ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ട്രിം പുതിയതായിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. HTE ഓപ്ഷനും HTK ഓപ്ഷനും. അത് രണ്ടും ബേസ് മോഡലിൽ തന്നെ സൺറൂഫ് വരുന്ന മോഡൽസ് ആണ്. അപ്പോൾ ബേസ് മോഡലിൽ തന്നെ നമുക്ക് സൺറൂഫും കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കസ്റ്റമേഴ്സിന് അത് വളരെ യൂസ്ഫുൾ ആയി. കാര്യം നേരത്തെ എന്ന് പറഞ്ഞാൽ മിഡ് വേരിയന്റ് മാത്രമേ സൺറൂഫ് അവൈലബിൾ ആയിരുന്നുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിംഗ് മോഡലിൽ തന്നെ സൺറൂഫ് കിട്ടുന്നതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സും വളരെ ഹാപ്പിയാണ്. ബേസ് വേരിയന്റിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കിട്ടുന്നത്? ഒരു സാധാരണ ഫാമിലി ഒരു വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്നുള്ളൊരു കാര്യം പറയാം. നമുക്ക് ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ HTE ആണ് വേരിയന്റ് വരുന്നത്. അതിൽ നമുക്ക് 6 എയർ ബാഗ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ABS CBD ബ്രേക്ക് അസിസ്റ്റ് എല്ലാം സ്റ്റാൻഡേർഡ് ഫീച്ചർ ആണ്. കൂടാതെ ISOFIXും നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ HTE ഓപ്ഷൻ വേരിയന്റിലേക്ക് ഒന്ന് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൺറൂഫ് ഉൾപ്പെടെ നമുക്ക് ആ വേരിയന്റിൽ അവൈലബിൾ ആയിട്ട് വരും. ഇത് സോണറ്റിന്റെ HTX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് എന്നുള്ള കാര്യം പറയും. സോണറ്റ് HTXൽ നമുക്ക് 8 ഇഞ്ചിന്റെ ആണ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നത്. ഇതിലാണ് നമുക്ക് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ വേരിയന്റിൽ തന്നെ നമുക്ക് ലെതർ ആപ്ഡ് സ്റ്റിയറിംഗ് വീല്, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ അവൈലബിൾ ആണ്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളും ഓട്ടോമാറ്റിക് വേരിയൻസിൽ നമുക്ക് സീറ്റ് വെന്റിലേഷനും ഫ്രണ്ട് 2 സീറ്റിന് സീറ്റ് വെന്റിലേഷൻ. പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡ്രൈവ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇപ്പൊ പുതിയ അപ്ഡേറ്റിൽ വയർലെസ് ചാർജിങ് നമുക്ക് അപ്ഡേറ്റ് ആയി വരുന്നുണ്ട്. പിന്നെ മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ നമുക്ക് ആക്ച്വൽ മൈലേജ് കാര്യങ്ങൾ റിയൽ ടൈം മൈലേജ് അറിയാൻ പറ്റും. കൂടാതെ ടയർ പ്രഷറിന്റെ പേജ് നമുക്ക് വരുന്നുണ്ട്. 4 വീലിന്റെ ഇൻഡിവിജ്വൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് നമുക്ക് എല്ലാ വേരിയന്റിലും നമുക്ക് ബേസ് തൊട്ട് തന്നെ നമ്മുടെ സെൽട്ടോസ്, സോണറ്റ്, കാരസ് എല്ലാ വേരിയന്റിലും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഒരു ബേസ് വേരിയന്റിൽ തന്നെ ഇത്രയും ലക്ഷറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സൺറൂഫ്, ഒരു ബേസ് മോഡലിൽ തന്നെ നമുക്കൊരു സൺറൂഫും ഇതിൽ അവൈലബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൽ ഡാഷ് ക്യാമും കാര്യങ്ങളൊന്നും ഡാഷ് ക്യാം നമുക്ക് സെൽട്ടോസി പറഞ്ഞ പോലെ തന്നെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ട്രിം നമുക്ക് ഇതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ട്രിമ്മിൽ നമുക്ക് ഇൻബിൽഡ് ഡാഷ് ക്യാം സോണറ്റിനും വരുന്നുണ്ട്. ഇത് നമുക്ക് വെന്റിലേറ്റർ സീറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻസിന് വെന്റിലേഷൻ വരുന്നുണ്ട്. ഓക്കെ, സീറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ടച്ച് ഉള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ HTXൽ പറയാനായിട്ടുള്ളത്. ഇപ്പൊ പുതിയതായിട്ട് നമുക്കൊരു ഫേസ് ലിഫ്റ്റ് ഇതിന് വന്നിട്ടുണ്ടെന്ന്. അതെ, 2024 തൊട്ടിട്ടാണ് നമുക്ക് സോണറ്റിന് ഫേസ് ലിഫ്റ്റ് വന്നത്. ആ മോഡലാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് കിടക്കുന്ന വണ്ടി. പിന്നെ ഈ മോഡലിന് തന്നെ HTX ലോഞ്ച് ചെയ്തപ്പോ വന്ന മോഡലാണ് ഇത്. ഇതിന് ജൂലൈയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിലാണ് നമുക്ക് അലോയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു അലോയ്സ് ആണ്. നമുക്കൊരു വീൽ കപ്പ്, അതെ, സ്റ്റൈൽഡ് വീൽ എന്നാണ് പറയുന്നത്. അലോയ് പോലെ തന്നെയാണ് വരുന്നത്, പക്ഷെ സ്റ്റൈൽഡ് വീൽ ആണ്. കട്ടിങ് എല്ലാം സെയിം ഒരു അലോയ് ഫീൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ഉണ്ട്. അപ്പൊ ടോപ്പ് എൻഡ് പ്രൈസും നമുക്കൊരു ബേസ് വേരിയന്റ് ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയൊരു വാഹനമാണ് ഈ സോണറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രൈസും കാര്യങ്ങളും എനിക്ക് ഒന്ന് പറഞ്ഞാൽ അത്ര നല്ലതായിരിക്കും. ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 9.86 തൊട്ടാണ് ഓൺ റോഡ് പ്രൈസ് സോണറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എക്സ്റ്റൻഡഡ് വാറന്റി, ബേസിക് ആക്സസറീസ് എല്ലാം ഉൾപ്പെടെ വരുന്ന എമൗണ്ട് ആണ്. പിന്നെ ടോപ്പ് ആൻഡ് എക്സ് ലൈൻ, അതായത് മാറ്റ് ഫിനിഷ് വരുന്ന ഒരു മോഡലുണ്ട് എക്സ് ലൈൻ. അതിന് നമുക്ക് 18.3 ആണ് ഓൺ റോഡ് വരുന്നത്. അപ്പോൾ ഏത് സെഗ്മെന്റ് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ഫാമിലി കസ്റ്റമേഴ്സിനും നമുക്ക്
യൂസ് ചെയ്യാൻ പറ്റിയൊരു വേരിയന്റ് തന്നെയാണ്. ഫീച്ചേർഡ് വണ്ടിയാണ്. കൂടുതൽ എന്തൊക്കെ വേണമെന്നുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലുണ്ട്. നമുക്ക് ബേസിക് ഈ വെന്റിലേറ്റർ സീറ്റ് നമുക്ക് HTX തൊട്ടിട്ട് നമുക്ക് അവൈലബിൾ ആണ്. തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതെ. പിന്നെ ഇതാണ് പ്രൈസ്. നമുക്ക് ഈ ഓണത്തിന് എന്തെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും കൊടുക്കാനായിട്ട് ഉണ്ട്. നമുക്ക് എക്സ്ചേഞ്ച് ഓർ കോർപ്പറേറ്റ് ഓഫർ ആയിട്ട് സോണറ്റിന് 10,000 rupees വരുന്നുണ്ട്. കൂടാതെ ഇൻഷുറൻസ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് സോണറ്റിന് അവൈലബിൾ ആണ് ഈ മാസം. ഓക്കെ. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഇത് മിസ് ചെയ്യരുത് ഈ ഒരു വാഹനം എടുക്കാനായിട്ട്. അപ്പൊ ഇനി അടുത്ത വേറെ ഏതാണ് നമുക്ക് നോക്കേണ്ടത്? സെൽട്ടോസിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് കളറാണ്, ഒരു ബ്ലാക്ക് മാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഇതിപ്പോ നമ്മുടെ സെൽട്ടോസിന്റെ ടോപ്പ് വേരിയന്റ് ആണ്. എക്സ്ലൈൻ എന്നാണ് വേരിയന്റ് നെയിം വരുന്നത്. ഇതിലാണ് നമുക്ക് മാറ്റ് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ കളർ അവൈലബിൾ ആവുന്നത്. ഇത് എക്സ്ക്ലൂസീവ് കളർ ആണ്. ഈ ഒരു ഒറ്റ വേരിയന്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ബാക്കി ബേസ് തൊട്ട് ടോപ്പ് ആൻഡ് വേരിയുള്ള വേരിയന്റെല്ലാം ഗ്ലോസി ഫിനിഷ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ. നമുക്ക് GT ലൈനിൽ ഇതുപോലത്തെ ഒരു മാറ്റ് ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. GT ലൈനിൽ മാറ്റ് ഫിനിഷ് വരുന്നില്ല. ബ്ലാക്ക് ആണ്, അറോറ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞ കളറാണ് വരുന്നത്. ഇതുപോലെ എക്സ്ലൈൻ S എന്ന് പറഞ്ഞ ട്രിം നമുക്ക് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ വേരിയന്റിലും ഈ സെയിം തന്നെ കിട്ടും. പക്ഷെ അതിൽ 2 ഫീച്ചർ ഡൗൺ ഉണ്ടായിരുന്നു. 360° ക്യാമറയും ബോസിന്റെ സ്പീക്കറും ആ വേരിയന്റിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് സെൽട്ടോസിലെ ബേസ് വേരിയന്റിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? നമുക്ക് സെൽട്ടോസിന്റെ ബേസ് മോഡലിലും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഓൾ പാസഞ്ചേഴ്സിന് 3-pointed സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്. ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് ആണ്. പിന്നെ റിയർ പാർക്കിംഗ് സെൻസർ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. നമുക്ക് ഈ ഒരു സെൽട്ടോസിന്റെ ഈ വേരിയന്റിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നമുക്ക് ഇതിൽ കയറി ഇരുന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഈ വേരിയന്റ് ഏതായിരുന്നു? ഇത് എക്സ്ലൈൻ എന്ന് പറഞ്ഞ സെൽട്ടോസിന്റെ ടോപ്പ് വേരിയന്റ് ആണ്. ഇതിൽ നമുക്ക് ലെവൽ 2 ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ പാർക്ക് ബ്രേക്ക്, ഹാൻഡ് ബ്രേക്സ് നമുക്ക് ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്സ് തന്നെയാണ് വരുന്നത്. കൂടാതെ ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ്ങും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇത് ഈ 2 ബട്ടൺസ് നമ്മുടെ ഫ്രണ്ട് 2 സീറ്റിനും സീറ്റ് വെന്റിലേഷൻ അവൈലബിൾ ആണ്. അതിന്റെയാണ് ഈ ബട്ടൺസ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഡ്രൈവിംഗ് മോഡ് സെലക്ഷൻ ബട്ടൺ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇത് ട്രാക്ഷൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം വരുന്നത്. ഇൻഫോടൈൻമെന്റ് സിസ്റ്റം 10.25 ഇഞ്ചിന്റെ തന്നെയാണ് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം വരുന്നത്. കൂടാതെ ഇതിന്റെ സൗണ്ട് സിസ്റ്റം ബോസിന്റെ ആണ് നമുക്ക് സൗണ്ട് സിസ്റ്റം നമുക്ക് വരുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ട് നമുക്ക് പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. കൂടാതെ ഈ മിറർ ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിറർ നമുക്ക് വരുന്നത്. ഇത് നമുക്ക് ഓൾറെഡി ഡാഷ് ക്യാം ഇതില് ഇൻബിൽറ്റ് ഡാഷ് ക്യാം വരുന്നില്ല. ഇത് ലെവൽ 2 ADASന്റെ ക്യാമറയാണ് ഇവിടെ വരുന്നത്. ഇതൊക്കെയാണ് ഇത്രേ ഉള്ളൂ നമുക്ക് ഈ ഒരു വേരിയന്റിൽ. പിന്നെ നമുക്ക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ പുതിയൊരു ട്രിം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു HTX മിഡ് വേരിയന്റിന്റെ തന്നെ തൊട്ട് മുകളിലായിരിക്കും ആ വേരിയന്റ് വരുന്നത്. അതിൽ നമുക്ക് ഇൻബിൽഡ് ഡാഷ് ക്യാം എല്ലാം വരുന്നുണ്ടാവും. ഒരു മിഡ് വേരിയന്റിൽ തന്നെ ടോപ്പിന്റെ ഫീച്ചേഴ്സ് ആയിട്ടാണ് ആ ഒരു ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ട്രിം നമുക്ക് ഇപ്പൊ ഈ സെപ്റ്റംബർ തൊട്ട് അപ്ഡേറ്റ് അയക്കുന്നത്. ഇതിന് ഓഫേഴ്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഓക്കെ. നമുക്ക് സെൽട്ടോസിനാണെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 40,000 rupees വരുന്നുണ്ട്. കൂടാതെ എക്സ്റ്റൻഡ് വാറന്റി 26,000 rupees വരുന്ന എക്സ്റ്റൻഡ് വാറന്റി കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. കൂടാതെ ഇൻഷുറൻസ് ഗ്രാറ്റിഫിക്കേഷൻ. സെൽട്ടോസിന്റെ ബേസ് വേരിയന്റിന് എത്രയാണ് പ്രൈസ് സ്റ്റാർട്ട്? നമുക്ക് 13 lakh തൊട്ട് പെട്രോൾ വേരിയന്റ്, 15.5 തൊട്ട് ഡീസൽ വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഓൺ റോഡ് പ്രൈസ് ഇൻക്ലൂസീവ് എക്സ്റ്റൻഡ് വാറന്റി, ബേസിക് ആക്സസറി കിറ്റ് എല്ലാം ഉൾപ്പെടെ വരുന്ന എമൗണ്ട്. നമുക്ക് ഈ ഓണത്തിന്റെ ഓഫർ ആണോ അല്ലെങ്കിൽ അല്ലാണ്ട്? നമുക്ക് ഓണത്തിന്റെ ഓഫർ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഓണത്തിന്റെ ഓഫർ ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് സെൽട്ടോസിന്റെ ഓഫേഴ്സും കാര്യങ്ങളാണെങ്കിൽ ബേസ് തൊട്ട് നമുക്കൊരു ടോപ്പ് ആൻഡ് വേരിയന്റ് പ്രൈസ് ആണ് പറഞ്ഞത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അടുത്ത ഒരു വാഹനത്തിലേക്ക് നമുക്ക് പോകാം. ഇനി കിയ കാരൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒരു ഫാമിലി കാർ MUV ഒരു സെഗ്മെന്റിലുള്ള ഒരു വാഹനമാണ്. അപ്പൊ കിയ കാരൻസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇപ്പൊ നമ്മുടെ കാരൻസിന്റെ ലക്ഷറി പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇന്റീരിയർ സ്പേസ് തന്നെയാണ്. നമുക്ക് ഈ ഒരു പ്രൈസിംഗിൽ ഒരു ഇന്നോവയുടെ ഒക്കെ സെയിം കംഫോർട്ടിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇന്റീരിയർ സ്പേസിംഗ് വരുന്ന ഒരു വെഹിക്കിൾ ആണ് കാരൻസ് എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് ഇതിന്റെ പ്രൈസിംഗ് ആണെങ്കിലും 13 lakh തൊട്ട് തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ പെട്രോൾ ഒക്കെ ആണെങ്കിൽ 23.5 ഡീസലൊക്കെ ആകുമ്പോൾ 24 വരെയാണ് പ്രൈസ്. നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ 30 lakhs 40 lakhs നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്? നമുക്ക് 6 എയർ ബാഗ് വണ്ടിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. കൂടാതെ ABS EBD ബ്രേക്ക് അസിസ്റ്റ്, 6.3 സീറ്റ് ബെൽറ്റ്സ്. കൂടാതെ എല്ലാ പാസഞ്ചേഴ്സിനും 3-pointed തന്നെ സീറ്റ് ബെൽറ്റ് നമുക്ക് ഈ വേരിയന്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു 50,000 കൂടെ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയന്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ എല്ലാം ഉൾപ്പെടെ വണ്ടിയിൽ അവൈലബിൾ ആയിരിക്കും. കിയ കാരൻസിന്റെ നമ്മുടെ ലക്ഷറി പ്ലസിന്റെ ഇന്റീരിയറും കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ചോദിച്ചറിയാം. ഇതിൽ നമുക്ക് 10.25 ഇഞ്ചിന്റെ തന്നെയാണ് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും നമുക്ക് വരുന്നത്. കൂടാതെ ഇതിന്റെ സ്റ്റിയറിംഗ് എല്ലാം ലെതർ റാപ്ഡ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് വരുന്നത്. ഇതിൽ ക്രൂയിസ് കൺട്രോൾ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള മോഡലാണ്.
പിന്നെ ഫ്രണ്ട് 2 സീറ്റ് നമുക്ക് സീറ്റ് വെന്റിലേഷൻ അവൈലബിൾ ആണ്. ഓക്കെ കൂടാതെ ഹിൽ ഡിസെന്റ് കൺട്രോൾ എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ഓക്കെ പിന്നെ ഡ്രൈവിംഗ് മോഡ്സ് എല്ലാം ഓട്ടോമാറ്റിക് വേരിയന്റും ഉണ്ടാവും. ഓക്കെ പിന്നെ ടോപ്പ് ആൻഡ് വേരിയന്റിൽ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ പിന്നെ ഇതിന് നമുക്ക് സിംഗിൾ പെയിൻ സൺറൂഫ് ആണ് നമുക്ക് വരുന്നത്. ലെതർ സീറ്റ്സ് ആയിരിക്കും ടോപ്പ് ആൻഡ് വേരിയന്റ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ഇത്രയാണ് നമുക്ക് ലക്ഷറി പ്ലസിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന്റെ ഡാഷ് ഒക്കെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ എല്ലാം വന്നിരിക്കുന്നത്. കൂടാതെ ഇതിൽ നമുക്ക് റെയിൻ സെൻസിങ് വൈപ്പറും ലക്ഷറി പ്ലസ് വേരിയന്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ സ്പീക്കേഴ്സ് വരുന്നതും ടോപ്പ് എൻഡിൽ നമുക്ക് ബോസ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലക്ഷറി പ്രീമിയം തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ഈ 2 കപ്പ് ഹോൾഡേഴ്സും കൂൾഡ് ആയിട്ടുള്ള കപ്പ് ഹോൾഡർ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്ക് എന്തെങ്കിലും ബോട്ടിലോ ക്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇവിടെ നമുക്ക് അതിന്റെ ഒരു ഏരിയ വരുന്നുണ്ട്. AC വെന്റിന്റെ തൊട്ട് ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ക്യാനൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ അത് കൂൾ ചെയ്തെടുക്കാൻ പറ്റും. ശരി. അപ്പൊ കാരൻസിന്റെ ഓഫേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു മാസം വരുന്ന ഓഫേഴ്സ്? നമുക്ക് കാരൻസിന്റെ 3 എഞ്ചിൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ 1.5 പെട്രോൾ മാനുവൽ വരുന്ന വേരിയന്റിലാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഗ്രാറ്റിഫിക്കേഷനും എക്സ്ചേഞ്ച് ബോണസും ആണ് നമുക്ക് വരുന്നത്. കൂടാതെ ടർബോ പെട്രോളും ഡീസൽ എഞ്ചിനും ആണെങ്കിൽ നമുക്ക് എക്സ്റ്റൻഡഡ് വാറന്റി ഫ്രീ ഉണ്ട്. എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണസ് 10,000 ഇൻഷുറൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നത്. അപ്പൊ ഓക്കെ, നമ്മള് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീർന്നിരിക്കണമെന്നാണ് പുള്ളി പറയണത്. അപ്പൊ ഇത് കഴിഞ്ഞില്ല, എല്ലാം കഴിഞ്ഞില്ലേ? അതെ, നമ്മളിപ്പോ നമ്മുടെ ഡിസ്പ്ലേയിലുള്ള എല്ലാ വെഹിക്കിൾസിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയിട്ട് ഓൺ ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാറിൽ ഇരുന്നിട്ട് തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കിയ ഷോറൂമിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇത് അഭിലാഷ്. അപ്പൊ ഇനി ഇവിടെ ആരെങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ അഭിലാഷിനെ കാണാം. വേറെ ആൾക്കാരുണ്ട്, പക്ഷെ നമുക്ക് കൂടുതൽ പറഞ്ഞു തന്നെ നമുക്ക് അഭിലാഷാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാവരും പരിപാടികളൊക്കെ നോക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷോറൂം വിസിറ്റ് ആയിരുന്നു. കിയയുടെ ഷോറൂമിൽ നമ്മൾ ഇന്നത്തെ ഓഫറും കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിച്ചത്. അതുമാത്രമല്ല, നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഓരോ വേരിയന്റിനെ പറ്റി നമ്മൾ ബേസ് തൊട്ട് നമ്മൾ ടോപ്പ് ആൻഡ് വേരിയന്റ് അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഓഫേഴ്സ് എല്ലാം നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കിയയുടെ ഷോറൂം വിസിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.